നിയോഗത്താലേ മുറിയിൽ ശ്രീനന്ദയുടെയും ആര്യന്റെയും കലപ്പില വർത്താനവും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് അതിർവ് ലാപ്ടോപ്പും എടുത്തുകൊണ്ട് ഓഫീസ് റൂമിലേക്ക് നടന്നത്. പതിയെ പതിയെ അവൻ ഓരോരോ ഓഫീസ് വർക്കുകളിലേക്ക് മുഴുകി. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ആര്യൻകുട്ട? നന്ദ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, ഇപ്പൊ സമയം എത്രയായി? സമയം 6 മണിയായി. എന്താ? അല്ല, എന്നും അച്ഛൻ ഈ സമയത്ത് വരാറുള്ളതാ. ഇന്നും വന്നില്ലേ? ചിലപ്പോ അച്ഛൻ ഓഫീസിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും, അതുകൊണ്ട് വരാൻ ലേറ്റ് ആവുമായിരിക്കും. ആന്റിയോട് പറഞ്ഞു അച്ഛൻ? ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ, അച്ഛൻ ലേറ്റ് ആവുമെങ്കിൽ വിളിച്ചു പറയൂലോ. ആരെ? അച്ഛമ്മേ. ഇപ്പൊ ആര്യൻകുട്ടൻ എന്താ അറിയേണ്ടത്? അച്ഛൻ വന്നോ എന്നല്ലേ? വാ, നമുക്ക് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ഇരുന്നിടത്തു നിന്ന് എണീറ്റ് ആര്യനെയും എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ശ്രീനന്ദയുടെ മുറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അഥർവിൻ്റെ ഓഫീസ് റൂം. ഓഫീസ് റൂമിന്റെ വാതിൽ തുറന്നു കിടന്നതിനെ തന്നെ മുറിയിൽ നിന്ന് ആര്യനെയും ഒക്കത്തെടുത്തുകൊണ്ട് ഇറങ്ങി വരുന്ന ശ്രീനന്ദയെ അഥർവ് വ്യക്തമായി കണ്ടിരുന്നു. പുറത്തിറങ്ങി ഡോർ ചാരി താഴേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ശ്രീനന്ദയുടെ കണ്ണുകൾ ഓഫീസ് റൂമിന് നേരെ നീണ്ടത്. ഒപ്പം ആര്യൻ്റെയും. ദേ ആന്റി, അച്ഛൻ വന്നു. ആര്യൻ ഉത്സാഹത്തോടെ പറഞ്ഞതും പെട്ടെന്ന് ബോധം വന്നതുപോലെ ശ്രീനന്ദ ആര്യനെ താഴെ നിർത്തി ദയനീയമായി അഥർവിനെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും ചിന്തിക്കാതെ താഴേക്കൊരൊറ്റ ഓട്ടം. ഒരു നിമിഷം കാര്യം മനസ്സിലാവാതെ ആര്യൻ അവിടെ തന്നെ നിന്നു. എന്നാൽ അവളുടെ നിൽപ്പും ആ നോട്ടവും അവസാനമുള്ള ആ ഓട്ടവും ഒക്കെ കൂടി കണ്ട് അഥർവിന് ചിരി പിടിച്ചു നിർത്താനായില്ല. പൊട്ടിച്ചിരിച്ചുപോയി അഥർവ്. മുമ്പ് ആര്യനെ അവൾ എടുക്കാൻ തുടങ്ങിയതിന്റെ പേരിൽ താൻ വഴക്കു പറഞ്ഞതാണ് അഥർവിന് ആ നിമിഷം ഓർമ്മ വന്നത്. അഥർവ് നിർത്താതെ ചിരിക്കുന്ന കണ്ട് ആര്യനോടി അവൻ അടുത്തേക്ക് വന്നു. എന്താ അച്ഛാ, അച്ഛൻ എന്തിനാ ചിരിക്കുന്നേ? പെട്ടെന്ന് അഥർവ് മുഖത്തെ ചിരി മായ്ച്ചു കളഞ്ഞുകൊണ്ട് ആര്യനെ നോക്കി. ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ആര്യൻ വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ പിന്നെയും ചോദിച്ചു. അച്ഛനെന്ന് ഓഫീസിൽ വെച്ച് നടന്ന ഒരു ജോക്ക് ഓർത്ത് ചിരിച്ചു പോയതാ. ആണല്ലേ? ഇനി വന്നേ, അച്ഛൻ ചോദിക്കട്ടെ. അഥർവ് ആര്യനെ എടുത്ത് തന്റെ മടിയിലേക്ക് ഇരുത്തി. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? എന്താ പഠിപ്പിച്ചത്? ഇന്ന് നാൻസി മിസ് വേഡ്സ് പഠിപ്പിച്ചു തന്നു. ആഹാ, എന്നിട്ട് പഠിച്ചോ വേഡ്സൊക്കെ? പഠിച്ചു. ആന്റി എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നു. അത് കൊള്ളാലോ. ആര്യൻകുട്ടൻ ആന്റിയുടെ അടുത്തു നിന്നാണോ എല്ലാം പഠിച്ചത്? അതെ, ഞാൻ താഴെ പോയപ്പോ അച്ഛമ്മ കിച്ചണിൽ ബിസിയായിരുന്നു. പിന്നെ ഞാൻ ബുക്സൊക്കെ കൊണ്ട് ആന്റിയുടെ റൂമിൽ പോയി. അപ്പോൾ ആന്റി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്കും പഠിപ്പിച്ചു തന്നു. അച്ഛനൊരു കാര്യം പറയട്ടെ? എന്താ അച്ഛാ? ആകാംക്ഷയോടെ കുഞ്ഞിക്കണ്ണുകൾ അഥർവിൻ്റെ മുഖത്ത് പതിഞ്ഞു. ആ ആന്റി വലിയ ക്ലാസ്സിലാണ് പഠിക്കുന്നേ. അതുകൊണ്ട് ആന്റിക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ആര്യൻകുട്ടൻ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട്. അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ആന്റിയെ പോയി ഡിസ്റ്റർബ് ചെയ്യരുത്. ആന്റിക്ക് എക്സാംസ് ഒക്കെ വരാൻ പോവാ. അങ്ങനെ ആര് പറഞ്ഞു? ആന്റി പറഞ്ഞോ? പെട്ടെന്ന് ആര്യൻ അഥർവിനെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ ഉത്തരം മുട്ടിപ്പോയി. മുൻപെപ്പോഴോ ഇന്ദിര പറഞ്ഞു കേട്ട അറിവാണത്. അഥർവ് അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി. ഓക്കെ അച്ഛാ. ആര്യൻ അഥർവ് പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. എങ്കിൽ പോയി ആര്യൻ ബുക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നേ. അച്ഛൻ നോക്കട്ടെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടോന്ന്. അഥർവ് അത് പറഞ്ഞതും ആര്യൻ ശ്രീനന്ദയുടെ മുറിയിൽ പോയി അവന്റെ ബുക്കുകളുമായി ഓഫീസ് റൂമിൽ അഥർവിന്റെ അടുത്തേക്ക് വന്നു. അതേസമയം ശ്രീനന്ദ ധൃതിയിൽ സ്റ്റെപ്പുകൾ ഓടി താഴേക്ക് ഇറങ്ങി വന്നത് കിച്ചണിൽ നിൽക്കുന്ന ഇന്ദിരയ്ക്കടുത്തേക്കാണ്. എന്തു പറ്റി? മോളെന്താ ഓടിക്കതച്ചു വന്നേ? ആര്യനുമായിട്ട് കളിച്ചോണ്ടിരിക്കുമായിരുന്നോ? ഏയ് അല്ലമ്മേ, ഞാൻ പെട്ടെന്ന് വെള്ളം കുടിക്കാൻ. പെട്ടെന്ന് ധൃതിയിൽ വായി തോന്നിയ ഒരു കള്ളം വിളിച്ചു പറഞ്ഞ ശ്രീനന്ദ. റൂമിലെ ജഗ്ഗിൽ വെള്ളം തീർന്നോ? വെള്ളമുണ്ട്. ഞാൻ മറന്നുപോയി അതിന്റെ കാര്യം. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞവൾ പെട്ടെന്ന് തന്നെ ശ്രീനന്ദ ഇന്ദിരയുടെ അടുത്ത് നിന്ന് നൈസായിട്ട് സ്കൂട്ടായി. അമ്മേ,
ഇന്ന് വിളക്ക് വെച്ചില്ലല്ലോ. ഹാളിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ വിളിച്ചു ചോദിച്ചു. മോള് പഠിക്കുമല്ലായിരുന്നോ? അതാ പിന്നെ അമ്മ വിളിക്കാഞ്ഞത്. ഞാൻ ആര്യൻകുട്ടൻ്റെ കൂടെ വർത്താനം പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു പോയി. അത് സാരമില്ല, 6 മണിയല്ലേ ആയിട്ടുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് വിളക്ക് വെക്കാം. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ പൈപ്പിൽ നിന്നും അല്പം വെള്ളമെടുത്ത് നെറുകിലും ദേഹത്തും കുടിഞ്ഞുകൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് കയറി. ചിരാതിൽ ദീപം തെളിയിച്ചുകൊണ്ട് തുളസിത്തറയിലേക്ക് നടന്നു. തുളസിത്തറയിൽ തിരി തെളിച്ചു വെച്ചുകൊണ്ട് ഉമ്മർത്ത് വെച്ചിരുന്ന വിളക്കിലും ദീപം തെളിയിച്ച് അവൾ കുറേ സമയം അവിടെ ഇരുന്ന് മൗനമായി കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്തോ മുകളിലേക്ക് പോകാൻ അവൾക്ക് വല്ലാത്തൊരു ചമ്മലും വെപ്രാളവും. ഇനിയും അതർവ് തന്നെ വഴക്ക് പറയുമോ ആര്യനെ എടുത്തതിൻ്റെ പേരിൽ? ശ്രീനന്ദയുടെ മനസ്സിലെ ചിന്ത മുഴുവനും അതായിരുന്നു. പക്ഷേ ബുക്കും പുസ്തകങ്ങളും എല്ലാം മുകളിലാണ്. നാളെ മുതൽ റിവിഷൻ തുടങ്ങും. അതുകൊണ്ട് എന്തായാലും പഠിക്കാതിരിക്കാനായി പറ്റില്ല. രണ്ടും കൽപ്പിച്ചവൾ മുകളിലെ മുറിയിലേക്ക് കയറി. മുകളിലേക്ക് കയറുമ്പോൾ അറിയാതെ പോലും ശ്രദ്ധ അതർവിൻ്റെ ഓഫീസ് റൂമിലേക്ക് പാളിപ്പോകാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അകത്തേക്ക് കയറിയതും തിരിഞ്ഞു നോക്കാതെ അവൾ വാതിലടച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് കട്ടിലിലേക്ക് വന്നിരുന്നു. അവൾക്ക് അപ്പോഴാണ് സമാധാനമായത്. പിന്നെ ബുക്ക് എടുത്തുകൊണ്ട് മുൻപ് പഠിച്ചു വെച്ച ഓരോരോ പോർഷൻസ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്തു. ഏകദേശം 7 മണിയാകാറായപ്പോഴേക്കും ഇന്ദിര വന്നവളുടെ ഡോറിൽ തട്ടി. മോള് പഠിക്കുമായിരുന്നോ? അല്ലമ്മേ, പഠിച്ചു കഴിഞ്ഞു. എന്താ? അല്ല മോളെ, തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ അവരെല്ലാവരും വന്നിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോയാലോ? ദാ ഞാൻ വരുന്നമ്മേ, 1 മിനിറ്റ്. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ബുക്സ് എല്ലാം അടച്ച് അടുക്കി മേശയുടെ പുറത്തേക്ക് വെച്ചുകൊണ്ട് റൂം ചാരി ഇറങ്ങി വന്നു. അവൾ സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങുന്ന നേരത്താണ് കൃത്യമായി അതർവിൻ്റെ മുറിയിൽ നിന്നും ആര്യൻ്റെ വിളിയൊച്ച അവളെ തേടിയെത്തിയത്. ആൻറ്റി എവിടേക്കാ പോകുന്നേ? അവൻ അതർവിൻ്റെ മടിയിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു. ആ സമയം അവൾക്ക് ആര്യനെ നോക്കാതിരിക്കാനായില്ല. ആൻറ്റി, ആൻറ്റിക്ക് പ്രാക്ടീസ് ഉണ്ട് മോനെ. അത്രേ പറഞ്ഞുള്ളവൾ അറിയാതെ നോട്ടം പാളി അതർവിലേക്ക് വീണപ്പോൾ അവൻ സിസ്റ്റത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നതാണ് കണ്ടത്. അതവൾക്കും അല്പം ആശ്വാസം പകർന്നു. അച്ഛാ, ഞാനും കൂടി പോയിക്കോട്ടെ ആൻറ്റി പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ? കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവുമൊക്കെ ഇന്ദിര തിരുവാതിര കളിച്ചിട്ടുണ്ട്. അന്നൊക്കെയും പ്രാക്ടീസ് ഈ വീടിൻ്റെ മുകളിൽ ടെറസിൽ വെച്ച് തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഒരിക്കൽ പോലും ആര്യൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ശ്രീനന്ദ ഉള്ളതുകൊണ്ടാണ് അവൻ ഈ ഉത്സാഹമെല്ലാം കാണിക്കുന്നതെന്ന് അതർവിന് മനസ്സിലായി. പോയിട്ട് വേഗം വരണം. അതും പറഞ്ഞുകൊണ്ട് അതർവ് തൻ്റെ മടിയിൽ നിന്നും ആര്യനെ നിലത്തേക്ക് ഇറക്കി നിർത്തി. ശേഷം നേരെ നോക്കിയത് ശ്രീനന്ദയുടെ മുഖത്തേക്കാണ്. ആ സമയം തന്നെ ആര്യനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശ്രീനന്ദയുടെ നോട്ടവും അറിയാതെ അതർവിലേക്ക് തെന്നി നീങ്ങി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവളുടെ മുഖത്തെ വെപ്രാളവും പരവശവും തെളിഞ്ഞു വന്നു. അതർവ് നോട്ടം മാറ്റിയപ്പോൾ ശ്രീനന്ദയ്ക്ക് അല്പം ആശ്വാസം തോന്നി. ആര്യൻകുട്ടൻ നേരെ അവൻ്റെ ബെഡ്റൂമിൽ പോയി. അവിടുന്ന് അവന് വീഡിയോ ഗെയിം കളിക്കാനുള്ള ടാബും എടുത്തുകൊണ്ടാണ് ശ്രീനന്ദയ്ക്കൊപ്പം മുകളിലേക്ക് ചെന്നത്. ശ്രീനന്ദ ചെല്ലുമ്പോഴേക്കും എല്ലാവരും വട്ടത്തിൽ നിന്നു തുടങ്ങിയിരുന്നു. അവളും പോയി അവർക്കൊപ്പം നിന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ ഓണത്തിന്. ഉത്രാടത്തിൻ്റെ അന്നാണ് ക്ലബിലെ പരിപാടി. ശ്രീനന്ദ ഡാൻസ് കളിക്കുന്ന സമയം അത്രയും ആര്യൻകുട്ടൻ അവളെ നോക്കിയിരുന്നു. പിന്നെ പെട്ടെന്ന് തോന്നിയ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവൻ ടാബിലെ ക്യാമറ ഓൺ ചെയ്ത് അതിൽ പതിയെ അവൾ കളിക്കുന്ന വീഡിയോ എടുത്തു. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ശ്രീനന്ദയ്ക്കൊപ്പം തന്നെയാണ് അവനും താഴേക്ക് ഇറങ്ങി വന്നത്. ആഹാരം കഴിച്ച് ശ്രീനന്ദ നേരെ അവളുടെ മുറിയിലേക്ക് തന്നെ പോയി. കുറച്ചുകൂടി പോർഷൻസ് കവർ ചെയ്യാനുണ്ട് അവൾക്ക്. അവൾ കൂടുതലും രാത്രി വൈകിയിരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. രാവിലെ അത്ര നേരത്തെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ഉറക്കക്ഷീണം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് അല്പം കൂടുതൽ സമയം അവൾ ഇരുന്ന് പഠിച്ചു. അതർവ് ആ സമയം ആര്യനെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഡ്രസ്സ് മാറ്റി നൈറ്റ് ഡ്രസ് ഇടിപ്പിച്ച് കിടക്കയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആര്യൻ 10 മിനിറ്റ്സ് വീഡിയോ ഗെയിം കളിച്ചിട്ട് വേഗം കൂടെ ഉറങ്ങണം. അതർവ് പറഞ്ഞതും ആര്യൻ അനുസരണയോടെ തലകുലുക്കി.
അതർവ് ഫോണും എടുത്തുകൊണ്ട് വെറുതെ ബാൽക്കണിയിലേക്ക് പോയിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി. ശേഷം അതർവ് തിരികെ വന്ന് ഫോൺ ചാർജിലിടുന്ന സമയത്താണ് ആര്യന്റെ ടാബിൽ മുകളിലെ ടെറസിൽ നിന്ന് തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്ന ശ്രീനന്ദയുടെ വീഡിയോ തെളിഞ്ഞു വന്നത്. ഒരു വേള അതർവിന്റെ മിഴികൾ ആ വീഡിയോയിൽ തങ്ങി നിന്നു. വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്ന പെണ്ണിന്. ഡാൻസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത മെയ്വഴക്കം, മുഖത്ത് മാറി മാറി വരുന്ന ഭാവങ്ങളും. ഇടയ്ക്കിടയ്ക്ക് അവളുടെ അധരങ്ങൾ തിരുവാതിര കളിക്കുന്ന പാട്ട് മൂളുന്നുണ്ട്. കൈകളുടെ ചലനവും അവളുടെ പിടയ്ക്കുന്ന മിഴികളും എന്തോ വല്ലാത്തൊരു ഗ്രേസ് തോന്നിച്ചു അതർവിന്. അതും മനസ്സിൽ ഓർത്തുകൊണ്ട് അതർവ് ബെഡിലേക്കിരുന്നു. പിന്നെ പതിയെ ആര്യൻകുട്ടൻ്റെ കയ്യിൽ നിന്നും ടാബ് വാങ്ങി സൈഡിലേക്ക് വെച്ചു. കിടന്നുറങ്ങ്, നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. അതർവ് അത് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ അടുത്തേക്ക് കിടന്നു. ആര്യൻ അതർവിനെ ചുറ്റിപ്പിടിച്ച് പയ്യെ കിടന്നുറങ്ങി. ശ്രീനന്ദ ഇനിയും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്പനേരം ഒന്ന് മയങ്ങി അതർവ് എഴുന്നേൽക്കുമ്പോഴേക്കും മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതർവിൻ്റെ നോട്ടം ആര്യൻ്റെ അപ്പുറം സൈഡിലേക്ക് നീണ്ടു. ആ സ്ഥലം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ പെണ്ണ് ഇതുവരെ വന്നില്ലേ? അതും മനസ്സിൽ പെറുപെറുത്തുകൊണ്ട് തൻ്റെ ഉടലിനെ ചുറ്റിപ്പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആര്യൻ്റെ കൈ അടർത്തി മാറ്റി അതർവ് ശ്രീനന്ദയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയുടെ കതക് വെറുതെ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതർവ് പതിയെ വാതിൽ തുറന്നു. നോക്കുമ്പോൾ ചെയറിലിരുന്ന് കാര്യമായി എന്തൊക്കെയോ പറഞ്ഞ് പഠിക്കുകയാണ് ശ്രീനന്ദ. അതർവും ഒന്നും മുരടനക്കി. പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം കേട്ടതും ശ്രീനന്ദ ഒരു ചെറുഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താ? ഒട്ടും പ്രതീക്ഷിക്കാതെ അതർവിനെ അവിടെ കണ്ടതും ഇതുവരെ ഇല്ലാത്ത ഒരു വിക്കൽ അവളുടെ സ്വരത്തിൽ വന്ന് ചേർന്നു. തനിക്ക് വിക്കുണ്ടോ? എടുത്ത വായിൽ അതർവ് ചോദിച്ചത് അതാണ്. ഇല്ല. എന്താ? പിന്നെ എന്നെ കാണുമ്പോൾ എന്തിനാ ഇങ്ങനെ നിന്ന് വിൽക്കുന്നത്? പെട്ടെന്ന് അതർവത് ചോദിച്ചപ്പോൾ അവൾക്ക് ഉത്തരവില്ലാതായിപ്പോയി. അത് പിന്നെ എടോ, ഞാനും നിങ്ങളെപ്പോലെയൊക്കെ ഒരു മനുഷ്യനാണ്. പിന്നെ എല്ലാവർക്കും വരുന്ന പോലെ അല്പസ്വല്പം ദേഷ്യമൊക്കെ എനിക്കും വരും എന്ന് കരുതിയിട്ട് താൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നിന്ന് പേടിച്ച് മുട്ടിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്പം പരുഷമായി അവനത് പറഞ്ഞപ്പോൾ ശ്രീനന്ദയ്ക്ക് എന്തോ വല്ലാത്ത വേദന. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം അവൻ്റെ ആ സംസാരത്തിൽ ഇല്ലാതായതുപോലെ അവൾക്ക് തോന്നി. ശ്രീനന്ദ മുഖം കുനിച്ചു നിന്നു. താൻ കിടക്കുന്നില്ലേ? പെട്ടെന്ന് അവളുടെ മുഖം വാടിയത് ശ്രദ്ധയിൽ പതിഞ്ഞതുകൊണ്ട് തന്നെ അതർവ് ശബ്ദത്തിൽ അല്പം അയവ് വരുത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ബാക്കി രാവിലെ പഠിച്ചാൽ പോരെ? ഇപ്പൊ തന്നെ സമയം 11 മണിയായല്ലോ. തനിക്ക് ഉറങ്ങണ്ടേ? അത് പിന്നെ എനിക്ക് കാലത്ത് എഴുന്നേറ്റ് പഠിച്ചാലൊന്നും തലേ കയറത്തില്ല. ഞാൻ കൂടുതലും രാത്രിയാ പഠിക്കുന്നേ. ആണോ? എങ്കിലിരുന്ന് പഠിച്ചോളൂ. വന്ന് കിടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്താൽ മതി. അതർവത് പറഞ്ഞപ്പോൾ ശ്രീനന്ദ ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും പഠിക്കാനിരുന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം അതർവ് മുറിയിലേക്ക് നടന്നു. പിന്നീട് അതർവും ആര്യനും നല്ല രീതിയിൽ ഉറക്കം പിടിച്ച ശേഷമാണ് ശ്രീനന്ദ വന്ന് കിടന്നത്. ആര്യൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് വഴി താഴേക്ക് പോകാതിരിക്കാൻ റൂമിലെ കട്ടിലിൽ ഭിത്തിയോട് ചേർത്തായിരുന്നു ഇട്ടിരുന്നത്. ശ്രീനന്ദ വന്ന ശേഷം ശ്രീനന്ദയാണിപ്പോൾ ചുവരിൻ്റെ ഭാഗത്തായി കിടക്കുന്നത്. അവൾ ഒരുവിധം കട്ടിലിൻ്റെ താഴ്ഭാഗത്തു കൂടി വലിഞ്ഞു കയറി ചുവരിനോട് ചേർന്ന് കിടന്നുറങ്ങി. വർക്കൗട്ട് ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ അതർവ് അല്പം നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഉണരുമ്പോൾ അവൻ കാണുന്ന കാഴ്ചയും അതാണ്. കൈ രണ്ടും ചേർത്ത് പിടിച്ച് അതിനു മുകളിൽ കൈവെള്ള വെച്ച് ആര്യന് അഭിമുഖമായി കിടന്നുറങ്ങുന്ന ശ്രീനന്ദ. എന്തോ വല്ലാത്ത നിഷ്കളങ്കത തോന്നിച്ചു അവന് അവളുടെ ആ കിടപ്പിൽ. അതുകൊണ്ട് തന്നെ ഇരുവരെയും ഉണർത്താതെ മുറിയിലെ ലൈറ്റ് ഇടാതെ തന്നെ അതർവ് നേരെ ജിമ്മിലേക്ക് പോയി. അവൻ തിരികെ വരുമ്പോഴേക്കും ആര്യൻ അതേ ഉറക്കം തന്നെ. പക്ഷെ ശ്രീനന്ദ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവളെ മുറിയിലെങ്ങും കാണാത്തതോടെ അതർ ഊഹിച്ചു ഒന്നെങ്കിൽ താഴെ കാണും, അല്ലെങ്കിൽ അവൾക്കായി അമ്മ നൽകിയ റൂമിൽ ഉണ്ടാകുന്ന. പിന്നീട് അവരെല്ലാവരും ഒരുമിച്ച് കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന നേരത്താണ്. അതർവിനന്ന് അല്പം നേരത്തെ പോകണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. അതർവ് ഓഫീസിൽ പോകാൻ റെഡിയായി അതേ വേഷത്തിലാണ് താഴേക്ക് വന്നത്. ശ്രീനന്ദ ആര്യനോട് എന്തൊക്കെയോ പറഞ്ഞിരുന്ന് ആഹാരം കഴിക്കുന്നതും അതർവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രീനന്ദ,
പെട്ടെന്ന് അതിർവ് വിളിച്ചതും അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇടയ്ക്കിടയ്ക്ക് താൻ വിളിക്കുമ്പോഴും തന്നെ കാണുമ്പോഴുമുള്ള അവളുടെ ഈ ഞെട്ടലും പമ്മലുമൊക്കെ അവൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. "ഏ, എന്താ?" വീണ്ടും വിക്കലോടെ അവൾ ചോദിച്ചതും അവൻ്റെ മുഖം കൂടുതൽ ദേഷ്യത്തിലായി. അതിൻ്റെ പിന്നിലെ കാരണം മനസ്സിലായതും ശ്രീനന്ദ ചുണ്ടു ചുളുക്കി സോറി എന്ന് പറഞ്ഞു. "എനിക്കിന്ന് അല്പം നേരത്തെ പോകണം. ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ ഞാൻ പോകും. അച്ഛൻ ശ്രീനന്ദയെ ഇന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാവോ?" പെട്ടെന്ന് മാധവനെ നേർക്ക് നോക്കി അതിർവതി ചോദിച്ചതും ഇന്ദിരയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അവർ ഒരു പ്രത്യേക ഭാവത്തോടെ മാധവനെ നോക്കി. "അതിനെന്താ, ഞാനാക്കി കൊടുക്കാലോ, നീ പൊയ്ക്കോളൂ. പിന്നെ ഇതങ്ങ് സ്ഥിരമാക്കണ്ട കേട്ടോ. എപ്പോഴാണെങ്കിലും ഭാര്യയെ ഡ്രോപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഭർത്താവിനാണ്. ഇനിയൊരു പക്ഷേ ഇന്നൊരു ദിവസം താൻ അവളെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ എല്ലാ ദിവസവും അതർവ് ആ ജോലി തന്നെ ഏൽപ്പിച്ചു കളയുമോ എന്നൊരു ചിന്തയുടെ പുറത്തായിരുന്നു മാധവൻ പറഞ്ഞത്. അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ ശ്രീനന്ദയ്ക്കൊരു യൂബർ ബുക്ക് ചെയ്ത് കൊടുത്തോളാം." പെട്ടെന്ന് അതർവിൻ്റെ ടോൺ മാറിയതും മാധവ് ഒരു കള്ളച്ചിരിയോടെ ഇന്ദിരയെ നോക്കി. താൻ പറഞ്ഞത് അവന് കൃത്യമായി കൊണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. "ഏയ്, അത് വേണ്ട അതർവ്," മാധവൻ പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ ദേഷ്യത്തിന് പിന്നിൽ മറ്റൊരു കാരണം ശ്രീനന്ദയ്ക്ക് തന്നോടുള്ള പേടിയായിരുന്നു. ദേഷ്യത്തിൽ ആരെയും നോക്കാതെ അതർവ് പുറത്തേക്ക് നടന്നപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ശ്രീനന്ദ മറ്റൊന്നും ചിന്തിക്കാണ്ട് അവൻ്റെ പിന്നാലെ പോയി. "ഏ, ഇതെന്തു മറിമായും?" എന്ന മട്ടിൽ ഇന്ദിരയും മാധവനും അവളെ നോക്കി. അത്രയും വേഗത്തിലാണ് ശ്രീനന്ദ അവിടെ നിന്ന് ഓടി മറിഞ്ഞത്. ശ്രീനന്ദ ഉമ്മറത്തെത്തുമ്പോൾ അതർവ് കാറിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയുടെ പുറത്ത് അവൾ ഓടി കാറിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് എത്തി. "അതെ, ഞാൻ സോറി." പെട്ടെന്ന് അവളത് പറഞ്ഞതും അതർവ് കണ്ണു ചുരുക്കി അവളുടെ മുഖത്തേക്ക് നോക്കി. "എന്തിന്?" അത് പിന്നെ എന്നോട് എന്നോട് പറഞ്ഞില്ലായിരുന്നു പേടിക്കരുതെന്ന്?" "താനിത് പറയുന്നത് പോലും പേടിച്ചിട്ടാണല്ലോ. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടും ഇറങ്ങി ഓടി വന്നത്? കയറി പോകാൻ നോക്ക്, എനിക്ക് പോണം." അതർവത് പറഞ്ഞതും ശ്രീനന്ദയുടെ മുഖം വല്ലാണ്ടായി. അവനാണെങ്കിൽ അവളെ തീരെ ശ്രദ്ധിക്കാതെ കാറെടുത്ത് പുറത്തേക്ക് പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല, ശ്രീനന്ദയ്ക്ക് ആ നിമിഷം കണ്ണു നിറഞ്ഞു വന്നു. അവൻ്റെ കാറ് കണ്ണിൽ നിന്ന് അകലുന്നത് നോക്കി അവൾ ആ ഉമ്മറപ്പടിയിൽ തന്നെ നിന്നു. തുടരും. കാലത്തെ തന്നെ സ്റ്റോറി തന്നിട്ടുണ്ട്. സപ്പോർട്ട് വേണം കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.